വയനാട് വടക്കനാട് കാട്ടാന ശല്യം വീണ്ടും രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെത്തിയ കാട്ടാന വീടിന് മുകളിലേക്ക് തെങ്ങും കമുകും മറിച്ചിട്ടു. തലനാരിഴയ്ക്കാണ് കുടുംബം അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പകൽ സമയം പോലും ആന ഇറങ്ങുന്നതിനാൽ ഭീതിയിലാണ് പ്രദേശവാസികൾ എന്ന് പറയുന്നു. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. വടക്കനാട് പള്ളിവയലിൽ വെള്ളിക്കെട്ട് കുട്ടിക്കൃഷ്ണന്റെ വീടിന് മുകളിലേക്കാണ് കാട്ടാന തെങ്ങും കവുങ്ങും മറച്ചിട്ടത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. തെങ്ങും കവുങ്ങും പതിച്ച് വീടിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറും നശിച്ചു. ഭാഗ്യം കൊണ്ടാണ് കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഒരു രക്ഷയില്ല ജീവിക്കാൻ. ഈ വടക്കനാട്ടുകാർ കുറേ വർഷങ്ങളായി ഇവിടെ ഇങ്ങനെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കാന്നല്ലാണ്ട് ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരമില്ല. ആദ്യം ഒരു ട്രഞ്ച് വന്നു, പിന്നീട് ഇപ്പോൾ ഒരു ശാശ്വതമല്ലാത്തൊരു പരിഹാരം വന്നു. കാരണം ഇവിടുത്തെ പഞ്ചായത്തുകാരും നാട്ടുകാരും തന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഒരു അവലോകന യോഗത്തിൽ ചേർന്നിട്ട് അത് ഈ ഇപ്പോൾ ഇരിക്കുന്ന ഈ തൂക്ക് ഫെൻസിങ് വേണ്ട എന്ന് 100 പ്രാവശ്യം പറഞ്ഞതായിരുന്നു. എന്നിട്ടും കൂടി ആരിൻ്റെ ഒരു താല്പര്യത്തിനായിരിക്കാം എന്നിട്ട് ആ തൂക്ക് ഫെൻസിങ് വലിച്ചിട്ടുണ്ട്. പക്ഷേ അത് അത്യാവശ്യം സ്ട്രോങ് ഉണ്ടെങ്കിലും മരം മറിച്ചിട്ടിട്ട് കടന്നിങ്ങോട്ട് പോരും. നിരന്തരമായി ഉണ്ടാകുന്ന കാട്ടാന ശല്യത്താൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. കൃഷിയിടങ്ങൾ വ്യാപകമായി കാട്ടാന നശിപ്പിക്കുകയാണ്. പകൽ സമയം പോലും ആന ഇറങ്ങുന്നതിനാൽ ജീവൻ പണയം വെച്ചാണ് പ്രദേശവാസികൾ കഴിയുന്നത്. നിലവിൽ വനാതിർത്തിയോട് ചേർന്ന് ഫെൻസിങ്ങുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് മറികടന്നാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത്. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, വയനാട്.